നമസ്കാരം. നാം പലതരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്. ഓരോ ആചാരങ്ങളുടെയും പിന്നിൽ ഓരോ സംഭവങ്ങളോ കഥകളോ ഓരോ താല്പര്യങ്ങളോ ഒക്കെ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് സാധാരണയായി കാണുന്ന താലപ്പൊലി എന്ന് പറയുന്ന ആ ആചാരം, അതിൻ്റെ പിന്നിലും ഒരു സംഭവം ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് തലപ്പൊലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സംഗതിയാണ് പിന്നീട് താലപ്പൊലിയായി മാറിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ കാണാനിടയായി. അത് നിങ്ങളുടെ അറിവിലേക്കായി ഒന്ന് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് കാണൂ. ഇതിന്റെ ചരിത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അതൊരിക്കലും ആഘോഷിക്കാനോ മഹത്വപ്പെടുത്താനോ കഴിയാത്ത, മറിച്ച് രക്തത്തിന്റെയും ക്രൂരതയുടെയും കഥയാണ് പറയുന്നത്. പണ്ടുകാലത്ത് കേരള ഭൂമിയിൽ ബൗദ്ധധർമ്മം ശക്തമായി വളർന്നു നിന്നിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് ബ്രാഹ്മണ പണ്ഡിതന്മാരും ബൗദ്ധ സന്യാസികളും തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ടായിരുന്നു. ഈ വാദങ്ങളിൽ ബ്രാഹ്മണർ തോറ്റാൽ അവരുടെ മതത്തിന്റെ മാന്യതയും അധികാരവും നഷ്ടപ്പെടും. അതിനാൽ ബൗദ്ധർ തോറ്റാൽ അവരുടെ നാവോ തലകളോ അറുത്തെടുക്കണമെന്ന ഒരു നിയമം നടപ്പിലാക്കി. അങ്ങനെ കിട്ടിയ തലകൾ ക്ഷേത്രപ്രകാരങ്ങളിൽ എത്തിച്ച് സ്ത്രീകളെ അണിനിരത്തി ബ്രാഹ്മണരെ വരവേൽപ്പിക്കുന്ന ഒരു ഭീകര ചടങ്ങായിരുന്നു അന്നത്തെ തലപ്പൊലി. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ പൂക്കളാലും വേഷങ്ങളാലും നിറഞ്ഞ താലപ്പൊലി ഒരിക്കൽ രക്തത്തോടും മനുഷ്യത്തലയോടും ചേർന്ന ഒരു നരബലി ചടങ്ങായിരുന്നു. കാലം കടന്നപ്പോൾ മനുഷ്യത്തലയ്ക്ക് പകരം തേങ്ങയും രക്തത്തിന് പകരം തെച്ചിപ്പൂവും ഉപയോഗിച്ച് അത് പ്രതീകാത്മകമായി മാത്രം തുടരാൻ തുടങ്ങി. എന്നാൽ നമ്മുടെ സമൂഹം അതിനെ പുണ്യം എന്ന് കരുതി അനുഷ്ഠാനമായി ഇന്നും തുടരുകയാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന താലപ്പൊലി അതിന്റെ ഭീകരമായ ഭൂതകാലത്തെ മറച്ച് ഒരു പവിത്രമായ ആചാരമായി മാത്രമാണ് പലരും കാണുന്നത്. പക്ഷേ യാഥാർത്ഥ്യം വേറെയാണ്. താലപ്പൊലി നമ്മുടെ ചരിത്രത്തിലെ ഹിംസയും ജാതീയ അധികാരവും പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്ന ഫോസിലാണ്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, കേരളം ഒരു ഭ്രാന്താലയമാണ്. അതിനു പിന്നിൽ ഇത്തരം രക്തചരിത്രങ്ങളും വിമർശന വിധേയമാക്കാതെ തുടരുന്ന അനുഷ്ഠാനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ താലപ്പൊലി ഒരു ആഘോഷമെന്ന നിലയിൽ കാണേണ്ടതല്ല, മറിച്ച് നമ്മുടെ ഭൂതകാലത്തിലെ ക്രൂരമായ മതചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന, ഇന്നും ജീവിക്കുന്ന ഒരു പ്രതീകമാണ്.